എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നാളത്തെ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഏകദേശം 16 ഷെയർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പുതുതായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു രീതിയുടെ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ കണ്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്രാക്ടീസും ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ട്രേഡ് എടുക്കുക. നമുക്ക് കേൾക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷേങ്കിൽ ലൈവ് മാർക്കറ്റ് അത് അത്ര ഈസി അല്ല. നമ്മൾ നോർമൽ ഷെയർ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്ന ഷെയറും അതുപോലെ പ്ലസ് നിൽക്കുകയാണ് എന്നാലും ചെറിയ വീക്ക്നെസ് കാണിച്ച ഷെയറുകളാണ് നമ്മൾ എടുക്കാറുള്ളത്. ആ ഷെയറിനകത്തു നിന്ന് നമ്മൾ നല്ല വോളിയം വേണം. നമ്മൾ ഇത് കണ്ടില്ല, ഇവിടെ വോളിയം വേണം. ഒരു മിനിമം ഒരു ലക്ഷത്തിന് മുകളിലെങ്കിലും വോളിയം വേണം. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്നാലും അങ്ങ് പറയുവാണ് ആ റേഞ്ചിലെങ്കിലും വോളിയമുള്ള ഷെയറെ നമ്മൾ സെലക്ട് ചെയ്യാവൂ. അപ്പോൾ നല്ല വോളിയത്തിൽ നല്ല രീതിയിൽ കയറിയ ഷെയറുകളും ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ എടുക്കുന്ന ഷെയറിനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷെയർ ഇന്നത്തെ ദിവസം ഈ ട്രേഡിങ് നടന്ന ഒരു ആവറേജ് ഉണ്ട്. ആ ആവറേജിന് മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങിപ്പോവാണെങ്കിൽ നമ്മളവിടെ ഷോർട്ട് സെൽ ചെയ്യും. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ ഷെയർ അങ്ങനത്തെ കിട്ടിയിട്ടില്ല. ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകൾ നാളെ ഈ R1 അല്ലെങ്കിൽ ഇന്നത്തെ ഹൈയുടെ ലെവലിൽ താഴെ ഇറങ്ങുമ്പോൾ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയർ ആയതുകൊണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്നത് ഇപ്പം എക്സാമ്പിൾ, ഇപ്പം ഒരു ഷെയർ ഇതിന് 3 എണ്ണം 20% അപ്പാണ്. നമ്മൾ അത് R1 R2 റേഞ്ചിൽ നിന്ന് എന്തായാലും താഴെ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ATFL എന്ന് പറയുന്ന ഷെയർ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ അതിൻ്റെ ഹൈ കണ്ടില്ല 1070-50, അതിൻ്റെ ക്ലോസിങ് 1025. ഈ ഷെയറുകളൊക്കെ ഈ ഹൈയിൽ വന്ന് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങുന്നുണ്ട്. ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകും ഓപ്പണിങ്ങിലൊക്കെ ആ റേഞ്ച് കിട്ടിയാൽ. അതല്ല, ചില ഷെയറുകൾ കാണാം ഓപ്പണിങ്ങിൽ ഡൗണിൽ പോയിട്ട് തിരിച്ച് കയറി വന്ന് ഈ റേഞ്ച് വന്നിട്ട് തിരിച്ചിറങ്ങുന്നതാണ്. ആ സമയത്ത് ഒത്തിരി നമ്മൾ വെയിറ്റ് ചെയ്യരുത്, എന്നാലും നമുക്കൊരു ചാൻസ്, നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഷെയറിനകത്ത് എല്ലാ ഷെയറിലും ഇന്നത്തെ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷെങ്കിൽ കൂടുതലും ചാൻസ് തരാൻ സാധ്യതയുള്ള 1, 2, 3 ഈ ഷെയറുകളൊക്കെയാണ്. അതുപോലെ ഈ സാൽസർ ഇലക്ട്രിക്കാണ് ഞാൻ നാളെ നോക്കി വെച്ചിരിക്കുന്ന നല്ല രീതിയിൽ ചാൻസ് കിട്ടാൻ സാധ്യതയുള്ളൊരു ഷെയർ. അതിനുശേഷം ഈ ABB ശ്രദ്ധിക്കുക. ABB നല്ല ഹെവി മൂവ്മെൻറ്റ്, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ ക്വാണ്ടിറ്റി അധികം ട്രേഡ് എടുക്കരുത്. അതുപോലെ ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഷെയർ, ഗ്രാഫൈറ്റിൻ്റെ ഇന്നത്തെ ഹൈ 618.50. അപ്പോൾ നല്ല ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ ഈ R1 വരെ വന്നിട്ടൊക്കെ ഇറങ്ങും. ഓപ്പണിങ്ങിൽ ഒരു R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ അന്നേരം എൻട്രി എടുക്കാം. പിന്നെ മാർക്കറ്റ് ട്രേഡിങ് തുടങ്ങിയതിന് ശേഷം കുറേ സമയം കഴിഞ്ഞിങ്ങനെ പതുക്കെ കയറി വരുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുത്താൽ തന്നെ നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് കവർ ചെയ്തെടുക്കണം. അതല്ല എങ്കിൽ ഈ ഷെയർ ഇപ്പം ഓപ്പണിങ്ങിൽ 633, 34, 40 റേഞ്ചിലൊക്കെ പോയിട്ട് പതുക്കെ ഇറങ്ങി ഈ റേഞ്ചിന് താഴെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും ഷെയറിനകത്ത് ഞാൻ പറഞ്ഞ രീതി നോക്കുക. ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുമ്പോൾ എൻട്രി എടുക്കുക. അതല്ല എങ്കിൽ അത് മുകളിലോട്ടാണ് കയറി പോകുന്നതെങ്കിൽ ഈ റെസിസ്റ്റൻസ് ലെവലുകളിൽ ഏത് ലെവലിൻ്റെ മുകളിൽ പോയിട്ടാണ് ഫസ്റ്റ് ടൈം താഴോട്ട് വരുന്നത് ആ റേഞ്ചിൽ നമ്മൾ ശ്രദ്ധിക്കുക, അവിടുന്ന് എൻട്രി എടുക്കാൻ തുടങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള ഷെയറുകൾ. ഇന്ന് മാർക്കറ്റ് നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. നിഫ്റ്റി ഓപ്പണിങ്ങിൽ 150 പോയിൻറ്റ് മൈനസിൽ പോയിട്ട് തിരിച്ച് കയറി 150 പ്ലസിലായിട്ട് വന്നു. നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു 500 പോയിൻറ്റോളം താഴെ പോയതിന് ശേഷം കവറിങ് വന്ന് നിൽക്കുക. അപ്പോൾ നാളെ ഇന്ന് കിട്ടിയ പോലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇതിൻ്റെ ക്ലോസിങ് കണ്ടില്ല, ഈ ക്ലോസിങ് ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ CPR ലെവൽ ഇതിലും ശ്രദ്ധിക്കാം. നമുക്ക് ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഓപ്ഷൻ ചെയ്യുന്നവർക്കൊക്കെ നല്ലതായിരിക്കും. ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിലും
എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ നിഫ്റ്റി പ്ലസിലും ബാങ്ക് നിഫ്റ്റി മൈനസിലും ഇങ്ങനെ രണ്ട് രീതി നിൽക്കുകയാണെങ്കിൽ ഈ ബാങ്ക് നിഫ്റ്റി നല്ല ഹെവി മൂവ്മെൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ് നാളെ. എനിക്ക് തോന്നുന്ന ബാങ്ക് നിഫ്റ്റിയിൽ ചിലപ്പം നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. വൺ സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റും, മുകളിലോട്ടോ താഴോട്ടോ. എന്തായാലും നോക്കാം നമുക്ക്. പിന്നെ ഇനി നമ്മൾ ഇന്നത്തെ ദിവസം ട്രേഡിങ് ചെയ്ത കുറച്ച് ഷെയറുകൾ കാണിച്ചു തരാം. ഇന്നത്തെ ദിവസം നമ്മൾ ആവറേജ് ഇത് 3 ഷെയർ ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാൻ പറ്റുമായിരുന്നു. ഇതിൽ ഈ ഒരു ഷെയർ മാത്രം, ക്യാമ്പസ് എന്ന് പറയുന്ന ഷെയർ മാത്രം ആവറേജിന് മുകളിൽ ട്രേഡായി. മറ്റേ ഈ 2 ഷെയർ വന്നില്ല, ഈ റേഞ്ച് വന്നില്ല. പിന്നീട് ഇത് വന്നു, ക്യാമ്പസ് 265 സംതിങ് വന്നിട്ട് ഇറങ്ങിപ്പോയി ഒരു 250 വരെ വന്നു. ഞാനത് ചാർട്ടിൽ കാണിച്ചു തരാം. പിന്നെ ബാക്കിയുള്ള ഷെയർ നമ്മൾ ടോട്ടൽ 19 ഷെയറായിരുന്നു എടുത്തിരുന്നത്. ഈ 19 ഷെയറിൽ 8-9 ഷെയറോളം നമുക്ക് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം പെട്ടെന്ന് ഒന്ന് കാണിച്ചിട്ട്, ഈ കാണിക്കുന്നത് പുതുതായിട്ട് കാണുന്നവർക്ക് അത് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇതിൽ നമ്മളെടുത്തിരുന്ന ഷെയറിനകത്ത് ഒന്ന് RGL ആയിരുന്നു. RGL ശ്രദ്ധിച്ചേ, പെട്ടെന്ന് കാണിച്ചു വിടാം. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 മുകളിൽ വന്നു, R2 പോയില്ല, തിരിച്ച് R1 താഴോട്ട് ഇറങ്ങി. നമ്മളപ്പോൾ ഇവിടെ എൻട്രി എടുക്കും. 141 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 136, 134 ആ റേഞ്ചിൽ തന്നെ താഴെ തന്നെയാണ്. അതിന് ശേഷം അത് ഹൈ അടിച്ചിട്ടില്ല. അതുപോലെ DSSL എന്ന് പറയുന്ന ഷെയർ, DSSL എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഫ്ലാറ്റായിട്ട് ഓപ്പണായി നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, R2 പോയില്ല, R1 താഴെ ഇറങ്ങി നമ്മൾ എൻട്രി എടുത്തു. നമ്മൾ 902 എൻട്രി എടുത്താൽ നമുക്ക് 15 മിനിറ്റ് കൊണ്ട് തന്നെ 850 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം സുവാരി ഇൻഡസ്ട്രീസ് പ്രീവിയസ് ഡേ ഹൈയുടെ ഏകദേശം അടുത്ത് വരെ വന്നു, ഈ റേഞ്ച് വരെ വന്നിട്ട് അത് CPR ഹൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റും, കണ്ടില്ലേ? ഇവിടം വരെ വന്നിട്ട് റിസ്ക് എടുക്കുന്നവർക്കാണെങ്കിൽ ഇതിന് മുകളിലോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് എൻട്രി എടുത്താൽ മതി. നല്ല രീതിയിൽ പ്രോഫിറ്റ് താഴോട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ശേഷം ബിഗ് ബ്ലോക്ക് എന്ന് പറയുന്ന ഷെയർ, ബിഗ് ബ്ലോക്ക് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, R1 പോയില്ല, പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കും. നമ്മളിവിടെ എൻട്രി എടുക്കും. 260 എൻട്രി എടുത്താൽ 238 വരെ ഏകദേശം 22 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം AVG എന്ന് പറയുന്ന ഷെയർ ഞാൻ പെട്ടെന്ന് കാണിച്ചു വിടും. അപ്പം പുതിയതായിട്ട് വന്ന ആൾക്കാർ അതൊന്ന് ഇത് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇവിടം വരെ പോയി, റെഡ് ലൈൻ കാണാൻ പറ്റും. ഇവിടെ തിരിച്ചിറങ്ങി, R1 പോകുന്നില്ല, തിരിച്ചിവിടെ ഇറങ്ങുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. 540 എൻട്രി എടുത്താൽ 10 മിനിറ്റ് കൊണ്ട് 499 സംതിങ് വരെ വരും. 499 സംതിങ്, അതായത് 40 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം എപ്പിഗ്രാൽ എന്ന് പറയുന്നൊരു ഷെയർ, എപ്പിഗ്രാൽ ഓപ്പണിംഗ് ഫ്ലാറ്റ് ആയിരുന്നു, നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇറങ്ങി, R1 പോകുന്നില്ല, ഹൈ ഇവിടം വരെ അടിച്ചു. നമ്മളെപ്പോഴും എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ ഹൈയുടെ മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ചില സമയത്ത് ചില ഷെയറിനകത്ത് സ്റ്റോപ്പ് ലോസ് ഒത്തിരി ഹൈ ആയിരിക്കും, എന്നാലും നമ്മൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാകണം. ഇടയ്ക്കൊന്നും കൊണ്ട് സ്റ്റോപ്പ് ലോസ് എടുക്കും. നമ്മളിവിടെ എൻട്രി എടുക്കുക. 1264 എൻട്രി എടുത്താൽ 1239 സംതിങ് വരെ വരുന്നുണ്ട്. ലാസ്റ്റ് ടൈമിൽ ആ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. അതായത് ഏകദേശം 20 രൂപ 22 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. അതിനുശേഷം കീരി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയർ, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തു. 418 എൻട്രി എടുത്താൽ നമുക്ക് 409 സംതിങ് വരെ വരുന്നുണ്ട്. 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. വീണ്ടും തിരിച്ച് പോയി ഹൈ അടിച്ചു, തിരിച്ച് R1 പോകുന്നില്ല. R1 പോകുകയാണെങ്കിൽ നമുക്ക് R1 പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുക്കാം, പക്ഷേ പോകുന്നില്ല. തിരിച്ച് വീണ്ടും പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് വരും. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ 412 വീണ്ടും എൻട്രി എടുത്താൽ നമുക്ക് 413 5 രൂപ, അതിനുശേഷം 11 7 രൂപയ്ക്ക് അടുത്തൊക്കെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ആ ചില ഷെയറിനകത്ത് നല്ല 3-4 പ്രാവശ്യം നല്ല ചാൻസ് കിട്ടും. ഗുജറാത്ത് അംബുജ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഷെയർ അടുത്തത്, അതിൽ
ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി വന്നു. നമ്മളിവിടെ 412 എൻട്രി എടുത്താൽ നമുക്ക് 396 വരുന്നുണ്ട്. 14 രൂപയ്ക്ക് എടുത്ത് 14-15 രൂപ. വീണ്ടും അത് ഹൈ പോയി അടിച്ചു, വീണ്ടും തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. വീണ്ടും ഒരു 7 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. നമ്മളിത് ഇപ്പോൾ ചാർട്ടിൽ കാണുമ്പം ഈസിയാണ്, പക്ഷേ ആ മാർക്കറ്റ് ടൈമിൽ നമ്മൾ മൂവ്മെൻ്റൊക്കെ കാണുമ്പോൾ പേടിച്ചു പോകും. പെട്ടെന്ന് മുകളിലോട്ട് വന്ന് ഇവിടെ അടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ പിന്നെ തന്നെ ഓർക്കും ഇത് മുകളിലോട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല. അത് നമ്മൾ ആ സമയത്ത് ഒന്നും ചിന്തിക്കാതെ ചാൻസ് എടുക്കുക. താഴോട്ട് വരുമോ എന്ന് ഓർത്തിരിക്കരുത്. താഴോട്ട് വരുമോ എന്ന് ഓർത്ത് നമ്മളിവിടെ എൻട്രി എടുക്കേണ്ടത്. നമ്മൾ താഴോട്ട് വരുമോ എന്ന് ഓർത്തിരുന്നു നമ്മൾ ഇത്രയും റേഞ്ചിൽ താഴെ പോകുമ്പോൾ എൻട്രി എടുത്താൽ നമുക്ക് റിസ്ക് കൂടുതലാണ്. തിരിച്ച് കയറിപ്പോണെങ്കിൽ നമുക്ക് നല്ല സ്റ്റോപ്പ് ലോസ് ഒത്തിരി ഹൈയിലായി പോകും. നമ്മൾ ഈ കട്ട് ചെയ്ത ഉടനെ നമ്മൾ എൻട്രി എടുക്കുക. നമുക്കറിയാം ചെറിയൊരു സ്റ്റോപ്പ് ലോസേ വരുന്നുള്ളൂ. നോർമൽ എന്തായാലും നമ്മളൊരു 10-20 ഷെയർ സെലക്ട് ചെയ്ത് അതിനകത്തൊരു 10-12 ഷെയർ നല്ല രീതിയിൽ ചാൻസ് വരും. അപ്പോൾ നമ്മൾ ആ ഷെയർ കണ്ടുപിടിക്കുക. പ്രീ ഓപ്പണിങ് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഷെയറാണ് പ്ലസ് നിൽക്കുന്നത്. ആ പ്ലസ് നിൽക്കുന്ന ഷെയർ അടുപ്പിച്ചിട്ടിട്ട് അതിനകത്ത് ലെവൽസ് നോക്കി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഏതൊക്കെ ഷെയറാണ് ലെവൽ വന്നിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻട്രി എടുക്കുക. ഈസിയാണ്, പക്ഷേങ്കിൽ പ്രാക്ടീസ് വേണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഹോൾഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.